theborderofamind.comലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംഭാഷണ പരമ്പരയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹോപ്പ് ദാറ്റ് ഡസന്റ് ഡിസപ്പോയിന്റ് എന്ന ഒരു ബ്ലോഗ് പോസ്റ്റാണ്. നിരാശപ്പെടുത്താത്ത പ്രത്യാശ. വളരെ പ്രസക്തമായ ഒരു ടോപ്പിക്കാണിത്. അതെ, ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയത്തും പ്രതീക്ഷ കൈവിടാതിരിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. തീർച്ചയായും. അജ്മലിന്റെ ഈ ബ്ലോഗ് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. അവിടെ അദ്ദേഹം ചിന്തകൾ പങ്കുവെക്കുന്നു. എഴുത്തിലൂടെയും കലയിലൂടെയും ഫോട്ടോഗ്രാഫിയിലൂടെയും ഒക്കെ. അതെ, ജീവിതത്തെയും തത്വചിന്തയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഒരു ജിജ്ഞാസയും അത്ഭുതവും ഒക്കെ കണ്ടെത്താനുള്ള ശ്രമം, അതാണ് അതിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയാം. ഈ പോസ്റ്റിൽ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ നിരാശയെക്കുറിച്ചാണ്. അത് ഹൃദയത്തിലേറ്റൊരു പ്രഹരം പോലെയാണെന്ന് പറയുന്നു. നമ്മളൊരു ജോലിയിലോ സൗഹൃദത്തിലോ ഒക്കെ ഒരുപാട് പ്രതീക്ഷ വയ്ക്കും. ശരിയാണ്. പെട്ടെന്നായിരിക്കും അത് തകരുന്നത്. അപ്പോൾ ആ ഒരു ശൂന്യത വരും. പിന്നെ പ്രതീക്ഷിക്കാൻ തന്നെ ഒരു മടി. അതൊരു സാധാരണ അനുഭവമാണ്. എന്നാൽ അജ്മൽ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെന്താണ്? പ്രത്യാശയില്ലാത്ത ഒരു ജീവിതം അത് വെളിച്ചമില്ലാത്ത ഒരു പകൽ പോലെയല്ലേ എന്നാണ്. ശരിയാണ്. മുന്നോട്ടു പോകാൻ എന്തെങ്കിലും ഒരു വെളിച്ചം വേണ്ടേ? അവിടെയാണ് അദ്ദേഹം ഒരു പ്രധാന പോയിന്റിലേക്ക് വരുന്നത്. ഒരുപക്ഷെ പ്രശ്നം നമ്മൾ എന്തിനാണ് ഈ പ്രത്യാശ വെക്കുന്നത് എന്നതിലായിരിക്കാം. ഓക്കേ, അതെങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും പ്രതീക്ഷയർപ്പിക്കുന്നത് പുറമേയുള്ള കാര്യങ്ങളിലാണ്. ഒരു വ്യക്തിയിലാവാം, സാഹചര്യങ്ങളിലാവാം, അല്ലെങ്കിൽ ഒരു ജോലിയിലോ വസ്തുക്കളിലോ ഒക്കെ ആവാം. അതെ, പക്ഷെ അതൊന്നും സ്ഥിരമല്ലല്ലോ, മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ സ്വാഭാവികമായും നിരാശ വരാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതിനു പകരം മാറ്റമില്ലാത്ത കൂടുതൽ ഉറപ്പുള്ള ഒന്നിൽ പ്രത്യാശ വെക്കാലോ എന്നാണ്. അതെ, ഈ ആശയം വ്യക്തമാക്കാൻ അദ്ദേഹം നല്ല രസമുള്ള ചില രൂപകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഓക്കുമരത്തിന്റെ കാര്യം അല്ലേ? അതെ അതെ, പ്രത്യാശ ഒരു വലിയ ഓക്മരം പോലെയാണെന്ന്. എത്ര കാറ്റടിച്ചാലും കൊടുങ്കാറ്റു വന്നാലും അതിന്റെ ആഴത്തിലുള്ള വേരുകൾ അതിനെ താങ്ങി നിർത്തും. അത് തന്നെ, ആ ഒരു സ്ഥിരത. പിന്നെ മറ്റൊന്ന് പറയുന്നുണ്ട്, ദീപസ്തംഭം. പാറക്കെട്ടുകൾക്കിടയിലെ ദീപസ്തംഭം. കടൽ എത്ര പ്രക്ഷുബ്ധമായാലും കപ്പലുകൾക്ക് വഴി കാട്ടുന്ന ഒന്ന്. അതായത് സാഹചര്യങ്ങൾ എത്ര മോശമായാലും വഴി കാണിച്ചു തരുന്ന ഒരു സ്ഥിരമായ വെളിച്ചം പോലെ. അപ്പോ ഈ രൂപകങ്ങളിലൂടെ അദ്ദേഹം എന്താണ് ശരിക്കും പറയാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെയുള്ള ഒന്നിൽ, ഉറച്ച ഒന്നിൽ, അത് ചിലപ്പോൾ ഒരു വിശ്വാസമാവാം, അല്ലെങ്കിൽ ആത്മീയമായൊരു ബോധ്യം. ചിലർക്കത് സ്വന്തം മൂല്യങ്ങളിലുള്ളൊരു ഉറച്ച നിലപാടാകാം. അതെ, അതിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെയാണ് വ്യത്യാസം. അജ്മൽ പറയുന്നതനുസരിച്ച് ഇങ്ങനെയുള്ളൊരു പ്രത്യാശ ജീവിതത്തിലെ നിരാശകളെ ഇല്ലാതാക്കുന്നില്ല. ബുദ്ധിമുട്ടുകൾ വരും, തിരിച്ചടികളുണ്ടാവും. പക്ഷേ ആ പ്രതിസന്ധികൾക്കിടയിലും നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു ആന്തരികമായ ശക്തി, അല്ലെങ്കിൽ ഒരു അടിത്തറ, അത് കിട്ടും. അതായത് കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല എന്ന് തോന്നുമ്പോഴും എല്ലാം ഒരു നന്മയിലേക്ക് പോകും എന്നൊരു വിശ്വാസം. ഏതാണ്ട് അങ്ങനെ. ഇത് പരിശ്രമങ്ങളോ സ്വപ്നങ്ങളോ ഉപേക്ഷിക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. അല്ല, മറിച്ച് കാര്യങ്ങൾ വ്യക്തമല്ലാത്തപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് എന്നൊരു ബോധ്യത്തോടെ മുന്നോട്ടു പോകാൻ ഇത് സഹായിക്കും. ഇത് ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ ബ്ലോഗിലെ മറ്റു വിഷയങ്ങളുമായി, വ്യക്തിഗത വളർച്ച, മൈൻഡ്ഫുൾനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്താമെന്ന് തോന്നുന്നു. തീർച്ചയായും. നമ്മുടെ ശ്രദ്ധ ബാഹ്യമായ ഫലങ്ങളിൽ നിന്നും മാറ്റി ഒരു ആന്തരികമായ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കും. നമ്മൾ ശ്രമിക്കുക, പക്ഷേ ഫലത്തെ ഒരു പരിധിവരെ അതിന്റെ വഴിക്ക് വിടുക. ശരിയാണ്. അപ്പോ അജ്മല് എത്തിച്ചേരുന്ന ആ ഒരു നിഗമനം അതെന്താണ്? അദ്ദേഹം പറയുന്നത് ഇതാണ്: യഥാർത്ഥ പ്രത്യാശ നിരാശപ്പെടുത്തുന്നില്ല. അത് ഏറ്റവും പ്രക്ഷുബ്ധമായ കടലിലും യാത്ര തുടരാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ആ വാക്കുകളിൽ ആ ആശയത്തിന്റെ കാതലുണ്ട്. നമ്മൾ എവിടെയാണ് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരമിടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അതെ, ഇത് അജ്മലിന്റെ ചിന്താലോകത്തിലെ ഒരു ഭാഗം മാത്രമാണ്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് theborderofamind.com സന്ദർശിച്ചാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണാം. കല, ജീവിതം, സൗന്ദര്യം, ഇതിനെക്കുറിച്ചുള്ള എഴുത്തുകള്, പോഡ്കാസ്റ്റുകള്, ഫോട്ടോകളൊക്കെയുണ്ട്. അതെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കൂടുതൽ മനസ്സിലാക്കാൻ അത് നല്ലതാണ്. മൈൻഡ്ഫുൾനെസ്, വ്യക്തിഗത വളർച്ച, കലയോടുള്ള ഇഷ്ടം, പിന്നെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ സൗന്ദര്യങ്ങൾ കണ്ടെത്തുന്നത്, അങ്ങനെ പല വിഷയങ്ങളും കാണാം.
നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ വെബ്സൈറ്റ് ഒന്ന് നോക്കണം. മനസ്സിന്റെ അതിര് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ചിന്തകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരിടം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിന് നന്ദി. വളരെ സന്തോഷം. അജ്മലിന്റെ മറ്റ് എഴുത്തുകളെക്കുറിച്ചുള്ള ചർച്ചകളുമായി നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം. അതുവരെ ഇന്നത്തെ ഈ ചിന്ത നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. മാറ്റമില്ലാത്ത ഒന്നിൽ നങ്കൂരമിടുന്ന ഈ പ്രത്യാശ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായി എങ്ങനെയാണ് ഒത്തുപോകുന്നത്? അതോ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറുന്ന പ്രതീക്ഷകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിലാണോ യഥാർത്ഥ സമാധാനം? ഒന്ന് ആലോചിച്ചു നോക്കൂ.